സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടിരിക്കുന്ന രാജ്യം. സുവിശേഷകരെയും മിഷണറിമാരെയും വിലക്കിയിരിക്കുന്ന ഭരണകൂടം. ഏതെങ്കിലും വിധത്തിലുള്ള സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുന്ന നിയമ സംവിധാനങ്ങൾ. അടയ്ക്കപ്പെട്ട വാതിലുകളും വിലക്കപ്പെട്ട നിയമങ്ങളും തഴയപ്പെട്ട അവസരങ്ങളും കർത്താവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച് തീവ്ര ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനിൽ അത്ഭുത ഉണർവിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതിന്റെ നേർചിത്രങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷവൽക്കരണത്തിനുള്ള എല്ലാ മാർഗങ്ങളും കൊട്ടിയടച്ച തീവ്ര ഇസ്ലാമിക ഭരണത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാൻ അത്ഭുതങ്ങളുടെ മണ്ണായി മാറിയിരിക്കുകയാണ്. ക്രൈസ്തവ രാജ്യങ്ങളെ അതിശയിക്കുന്ന തരത്തിലുള്ള അസ്വാഭാവിക സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പേരല്ല, ലക്ഷങ്ങളാണ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണോ എന്നായിരിക്കും പലരുടെയും ചോദ്യം. ആ ചോദ്യത്തിനുള്ള അവിശ്വസനീയമായ മറുപടി നൽകുന്ന പുസ്തകമാണ് ഡേവിഡ് ഗാരിസന്റെ എ വിൻഡ് ഇൻ ദ ഹൗസ് ഓഫ് ഇസ്ലാം. ഒരു കാലത്ത് മുസ്ലിമുകളായിരുന്ന ആയിരക്കണക്കിന് പേരെ നേരിൽ കണ്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. താൻ അഭിമുഖം നടത്തിയ എല്ലാ വ്യക്തികളോടും അദ്ദേഹം ചോദിച്ചത് ഒരേ ചോദ്യമായിരുന്നു: എന്ത് പ്രേരണയാലാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? പുസ്തകം വായിച്ചോ, പാശ്ചാത്യ രാജ്യങ്ങളിലെ സുഹൃത്തുക്കളുടെ സ്വാധീനത്താലോ എന്നൊക്കെയുള്ള മറുപടികൾ പ്രതീക്ഷിച്ച അദ്ദേഹത്തോട് അവരെല്ലാവരും പറഞ്ഞ മറുപടി ഒന്ന് തന്നെയായിരുന്നു: ഞങ്ങൾ സ്വപ്നത്തിൽ ക്രിസ്തുവിനെ കണ്ടു. മറുപടി നൽകിയവരിൽ ഒരാൾ പോലും പരസ്പരം അറിയുന്നവരോ ഒരേ ദേശത്തുള്ളവരോ പോലും ആയിരുന്നില്ല. ഇറാന്റെ വിവിധ ദേശങ്ങളിലുള്ളവർ, ഒരിക്കൽ പോലും പരസ്പരം കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരുന്നവർ. എന്നിട്ടും അവരെല്ലാം പറഞ്ഞ മറുപടി ഒന്ന് തന്നെ: ഞങ്ങൾ ക്രിസ്തുവിനെ സ്വപ്നത്തിൽ കണ്ടു. തങ്ങൾ കണ്ട ക്രിസ്തുവിനെ അവർ വർണ്ണിച്ചിരിക്കുന്നതും ഒരുപോലെയായിരുന്നു. പ്രകാശപൂരിതമായ വെള്ള മേലങ്കി ധരിച്ച സൂര്യനെ പോലെ മുഖം വെട്ടിത്തിളങ്ങുന്ന ഒരാൾ. അവിടുന്ന് പലരോടും പറഞ്ഞതും ഒന്ന് തന്നെ: ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഇറാന്റെ മത പോലീസ് ക്രിസ്തുമതം കടന്നുവരാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു വഴിയും അടച്ചുപൂട്ടാൻ കഴിയാത്ത വിധത്തിൽ ക്രിസ്തു ഇറാൻ ജനതയുടെ വീടകങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളിലെത്തി സ്വയം വെളിപ്പെടുത്തുകയും അവരെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പലരും യേശുവിനെ തങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ ഒരാൾ ഇറാൻ ഭരണകൂടത്തിലെ ഒരു ഇന്റലിജൻസ് ഓഫീസർ തന്നെയാണ്. ആധുനിക കാലത്തെ സാവൂൾ എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ള അയാളുടെ ജോലി വീടുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി സംഗമിക്കുന്ന ക്രൈസ്തവരുടെ വീടുകൾ കണ്ടുപിടിക്കുകയും ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്യുകയും ബൈബിളുകൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. തന്റെ ജോലിയിൽ 100% വിശ്വസ്തത പുലർത്തിപ്പോന്നിരുന്ന അയാളുടെ ജീവിതത്തിലേക്കാണ് ക്രിസ്തു ഒരു ദിവസം സ്വപ്നത്തിൽ കടന്നു വന്നത്. ഒരു ദിവസം ഉറക്കത്തിലായിരുന്ന അയാളുടെ സ്വപ്നത്തിലേക്കാണ് ശുഭ്ര വസ്ത്രധാരിയായ ഒരു മനുഷ്യനായി യേശു കടന്നു വന്നത്. ഏതോ ശത്രുവായിരിക്കുമെന്ന് വിചാരിച്ച് അയാൾ ആ രൂപത്തിന് നേരെ ആക്രമിക്കാൻ തന്റെ ആയുധവുമായി ചാടി എണീൽക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ കാണുന്ന വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തിന്റെ പ്രകാശ കിരണങ്ങളേറ്റ് താൻ ശയ്യാവലംബനായി മാറിയിരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ തന്നോട് ഒരു ചോദ്യം ചോദിച്ചത് അയാൾ കേട്ടു: നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? അതെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ദമാസ്കസിലേക്ക് പോയ സാവൂളിനോട് ക്രിസ്തു ചോദിച്ച അതേ ചോദ്യം തന്നെ. വിശുദ്ധ ഗ്രന്ഥം ചരിത്ര പുസ്തകം മാത്രമല്ല എന്നും അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയുടെ നേർചിത്രീകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണെന്നും നാം തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ് ഇത്. ആ ചോദ്യം കേട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഭയക്കുകയും അയാൾ വിയർത്തു കുളിക്കുകയും ചെയ്തു. ഇതുവരെ താൻ ക്രൈസ്തവരോട് ചെയ്ത ക്രൂരതകളെല്ലാം ഒരു നിമിഷാർദ്ധത്തിൽ അയാളുടെ മുൻപിലൂടെ കടന്നുപോയി. ആ നിമിഷം അയാളുടെ ഉള്ളിൽ പരിവർത്തനം സംഭവിച്ചു. മറ്റൊരു മനുഷ്യനുമായുള്ള തർക്കവിതർക്കങ്ങളോ ആരുടെയെങ്കിലും നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണമോ കേൾക്കാതെ ക്രിസ്തുവുമായുള്ള നേരിട്ടുള്ള അഭിമുഖീകരണം വഴി അയാൾ ക്രിസ്ത്യാനിയായി മാറുകയായിരുന്നു. സമാനമായ ഒരു സ്വപ്ന ദർശനമാണ് ഇന്ന് ഹൗസ് ചർച്ചിന്റെ നേതാവായി മാറിയിരിക്കുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതത്തിലും സംഭവിച്ചത്. ജീവിതത്തിലെ നാനാവിധത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വീട്ടമ്മയായിരുന്നു അവർ. ജീവിച്ചിരിക്കാനുള്ള യാതൊരു കാരണങ്ങളുമില്ലാത്തതിനാൽ ആത്മഹത്യയെക്കുറിച്ച് അവൾ ആലോചിക്കുന്ന സമയം. അന്നേ ദിവസം അവൾ തന്റെ മുറിയിൽ തനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളുടെയും പേരിൽ കരഞ്ഞും പഴി പറഞ്ഞുമിരിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ തന്നെയായിരുന്നു തീരുമാനം. അതിനിടയിൽ അവൾ ഉറക്കെ ഇപ്രകാരം പറഞ്ഞു: ദൈവമുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നോ? ദൈവമുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ രക്ഷിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും വേണ്ട.
വൈകാതെ അവൾ കരഞ്ഞു കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് മുറിയിൽ അലൗകികമായ പ്രകാശം നിറയുകയും മൂർത്തമായ സാന്നിധ്യമായി ആ വെളിച്ചത്തിൽ അവൾ ഒരു മനുഷ്യനെ കാണുകയും ചെയ്തു. വെള്ള മേലങ്കി ധരിച്ച മനുഷ്യൻ. അദ്ദേഹം അവളെ ശാസിച്ചില്ല. അവൾ ചെയ്യേണ്ടതായ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞതുമില്ല. പകരം പറഞ്ഞത് ഒന്നു മാത്രം: എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് ഒരു ഉപദ്രവവും വരുത്തുകയില്ല. പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടി ഉണർന്നു. മുറിയിൽ അവൾ ആരെയും കണ്ടില്ല. പക്ഷെ അതുവരെ നെഞ്ചിൽ ചുമന്ന് നടന്നിരുന്ന ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള അനുഭവം അവൾക്കുണ്ടായി. താൻ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ആരാണെന്ന് അവൾക്കപ്പോൾ അറിയില്ലായിരുന്നു. തന്നെ ഭയപ്പെടുത്താത്ത, ശാസിക്കാത്ത, തന്നെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ആ ദൈവത്തെ തേടിയുള്ള അവളുടെ അന്വേഷണം ചെന്നവസാനിച്ചത് തിരുവചനത്തിലും രഹസ്യ മാമോദീസായിലുമായിരുന്നു. ഇങ്ങനെ എത്രയെത്ര പേരുടെ സ്വപ്നങ്ങളിൽ ദൃശ്യ സാന്നിധ്യമായി ക്രിസ്തു എത്തിച്ചേരുകയും അവരുടെ ജീവിതങ്ങളെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു സംശയവും ഉണ്ടാകാം: സ്വപ്നത്തിലൂടെ അല്ലാതെ മറ്റൊരു രീതിയിലും ക്രിസ്തുവിന് ഇവരെ സ്വന്തമാക്കാനാവില്ലായിരുന്നോ? ഓരോ ദേശത്തിന്റെയും മതവിശ്വാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം ഇതിന് മറുപടി പറയേണ്ടത്. ക്രിസ്തു സ്വപ്ന ദർശനം നൽകിയ മേൽപ്പറഞ്ഞ 2 വ്യക്തികൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം മുസ്ലിമുകളായിരുന്നു. സ്വപ്നങ്ങളെ ദൈവിക സന്ദേശങ്ങളായി പരിഗണിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യമുള്ളവരാണ് ഇക്കൂട്ടർ. ഇസ്ലാമിന്റെയും പേർഷ്യയുടെയും ചരിത്രത്തിൽ സ്വപ്ന ദർശനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുസ്ലിമുകൾ ബൈബിളിനെ നിഷേധിക്കുന്നവരാണ്. കാരണം അതൊരു വിദേശ ഗ്രന്ഥമായിട്ടാണ് അവർ കണക്കാക്കി പോരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബൈബിളിനെ വിശ്വാസത്തിൽ എടുക്കില്ല. എന്നാൽ തങ്ങളുടെ മനസ്സിൽ കണ്ട സ്വപ്ന ദർശനങ്ങളെ അവർക്കൊരിക്കലും നിഷേധിക്കാനാവില്ല. അവർ കണ്ടതാണ് അത്. അവരോട് അത് ആരും പറഞ്ഞുകൊടുത്തതല്ല. അതുകൊണ്ട് തന്നെ അവർക്കത് വിശ്വസിക്കാതിരിക്കാനാവുകയുമില്ല. മറ്റൊരു വിശദീകരണം ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനങ്ങൾ കാലത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നവയാണ് എന്നാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ബൈബിളിലെ ഈ തിരുവചനങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ് ഇറാനിൽ നടന്ന സ്വപ്ന ദർശനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാനിലേക്ക് പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ അനുവദിക്കാതെ കേവലം മനുഷ്യർ നിയമങ്ങളും അതിരുകളും കൊണ്ട് മതിലുകൾ തീർക്കുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ശക്തി ഒരു മഴ പോലെ പെയ്യുകയും എല്ലാ വിധത്തിലുമുള്ള സെൻസർഷിപ്പുകളെ മറികടന്ന് അനേകരെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. പാശ്ചാത്യ നാടുകളിൽ ഒരാൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തിക്കപ്പെടുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. അവിടെ ഓരോ ബുക്ക് സെന്ററുകളിലും പരിശുദ്ധ ബൈബിളുണ്ട്. ദേവാലയങ്ങൾ ഓരോ മുക്കിലും മൂലയിലുമുണ്ട്. യൂട്യൂബ് ചാനലുകളുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വിലക്കുകളുമില്ല. എന്നാൽ അതുപോലെയല്ല ഇറാന്റെ കാര്യം. ക്രൈസ്തവ വിശ്വാസം വ്യാപിക്കാതിരിക്കാൻ വേലി കെട്ടിത്തിരിച്ചിരിക്കുന്ന ഈ മണ്ണിലാണ് എല്ലാ ബാരിക്കേഡുകളെയും തകർത്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. 1979 മുതൽ പരിപൂർണ ഇസ്ലാം രാഷ്ട്രമായതാണ് ഇറാൻ. ക്രിസ്തുമതത്തെ തൂത്തെറിയാൻ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യം. അവിടെയാണ് 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1979-ൽ 500-ൽ താഴെ ക്രൈസ്തവരുണ്ടായിരുന്ന ഇറാനിൽ ഇപ്പോൾ 1 മില്യൺ ക്രൈസ്തവരുണ്ടെന്നാണ് ഓപ്പൺ ഡോഴ്സിന്റെയും ഓപ്പറേഷൻ വേൾഡിന്റെയും കണക്കുകൾ പറയുന്നത്. അതനുസരിച്ച് ലോകത്തിൽ ഏറ്റവും അധികം വേഗത്തിൽ ക്രിസ്തുമതം പ്രചരിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ഇറാൻ. ഇതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന് നാം കണ്ടെത്തിയ ഉത്തരമാണ് മുകളിൽ പറഞ്ഞതുപോലെയുള്ള സ്വപ്ന ദർശനങ്ങൾ. മിഷണറിമാരോ പൊതുവായ മട്ടിലുള്ള സുവിശേഷ പ്രഘോഷണമോ ഇല്ലാത്ത, അഭിപ്രായ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു രാജ്യത്ത് ക്രിസ്തു തന്നെ നേരിട്ടെത്തി സത്യം പ്രഘോഷിച്ചതിന്റെ ഫലമാണ് ഇറാനിലെ ക്രൈസ്തവരുടെ എണ്ണത്തിലുള്ള വളർച്ച. മാത്രമല്ല, ഇറാനിൽ ഏറ്റവും അധികം വേഗത്തിൽ ക്രിസ്തുമതം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും 10 ലക്ഷത്തിലേറെ പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതായും റസ പല്ലവി എന്ന ഇറാന്റെ കിരീടാവകാശി പാട്രിക് ബെറ്റ് ഡേവിഡുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ പ്രകടനങ്ങളുടെയും കലാപങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചാൽ പുതിയ ഇറാനിൽ വിശ്വാസത്തിന്റെ പങ്ക് എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മോസ്കുകൾ അടച്ചു പൂട്ടുന്നതിനെക്കുറിച്ചും ദശലക്ഷക്കണക്കിന് ഇസ്ലാം മതസ്ഥർ ക്രിസ്തു വിശ്വാസം പുൽകുന്നതിനെക്കുറിച്ചും റസ സംസാരിക്കുന്നുണ്ട്. പുതിയ ഇറാനിൽ ക്രൈസ്തവ സഭ ഒരു അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സ്വപ്ന ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തു അനേകരെ മാനസാന്തരത്തിലേക്കും തന്റെ സ്നേഹത്തിലേക്കും ക്ഷണിച്ച അനുഭവങ്ങൾ ഇറാന്റെ ചരിത്രത്തിൽ പുതിയൊരു സൂര്യോദയത്തിന് വൈകാതെ തന്നെ കാരണമാകുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം.
ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് അനിവാര്യമായ അന്ത്യം സംഭവിച്ചു കഴിയുമ്പോൾ ഇറാന്റെ ആകാശത്ത് നോഹയുടെ കാലത്ത് പ്രത്യക്ഷപ്പെട്ടതുപോലെ പുതിയ കാലത്തിന്റെ മഴവില്ല് തെളിയാൻ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.